ഇതിലേറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഉയർന്നു വന്നത് രണ്ടാളുകളുടെ പേരിലാണ്. TS ശരത് എന്ന് പറയുന്ന ആൾ സംഘപരിവാർ ബന്ധമുള്ള ആളാണെന്നും ജിയോണ എന്ന് പറയുന്ന ആൾ SFI ബന്ധമുള്ള ആളാണെന്നും പറഞ്ഞുകൊണ്ടാണ് നിരന്തരമായി മുഖ്യമന്ത്രിക്കെതിരെയും ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നത്. ഇതിലാദ്യമേ തന്നെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരത്തിലൊരു ലിസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയാണ്. സ്വാഭാവികമായും ഈ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു ലിസ്റ്റ് മുഖ്യമന്ത്രിയും സർക്കാരും പരിഗണിക്കുമ്പോൾ അത് സ്വാഭാവികമായും ഇന്ത്യൻ ലോയേഴ്സിൻ്റെ ഔദ്യോഗികമായ ലിസ്റ്റാണ് പാർട്ടിക്ക് പരിഗണിക്കാൻ കഴിയുള്ളൂ. ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ശരത് എന്ന് പറയുന്ന ആളുടെ മെമ്പർഷിപ്പിൻ്റെ കോപ്പിയാണിത്. 2019 മുതൽ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനും മെമ്പർഷിപ്പുമുള്ള ആളാണ് ശരത് എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഇത്രയും അധികം നാളുകളായി, അതായത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ തന്നെ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാൾ, അത്തരത്തിലുള്ള ഒരാളെക്കുറിച്ചാണ് നിരന്തരം ആരോപണം ഉന്നയിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ പറയുന്ന ആൾ തഴക്കര യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുകയും കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ അന്നത്തെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായി മത്സരിച്ച ടിജിൻ ജോസഫിന് വേണ്ടി ഏകദേശം 150-ലധികം വോട്ടുകൾ ചേർത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ശരത് എന്ന് പറയുന്ന ആൾ. ഈ ടിജിൻ ജോസഫ് ഇന്നും സജീവ സംഘടനാ പ്രവർത്തനത്തിലുള്ള ഒരാളാണ്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒക്കെ സാരഥ്യത്തിലുള്ള ഒരാളാണ്. അദ്ദേഹത്തോട് പ്രസിഡന്റാണ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. അദ്ദേഹത്തോട് നിങ്ങൾക്ക് വാർത്താമാധ്യമങ്ങൾക്ക് ചോദിച്ചാൽ അറിയാം, അദ്ദേഹം അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. മറ്റു പ്രധാനപ്പെട്ട വസ്തുത, KSU നിരന്തരമായി ഇതിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഇതൊരു കേസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. സിംജോ സാമുവൽ സക്രി എന്ന് പറയുന്ന KSU സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് വേണ്ടി ഈ പറയുന്ന വക്കീല് ഹാജരായിട്ടുള്ള TS ശരത് ഹാജരായിട്ടുള്ള കേസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. MG യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് KSUവിൻ്റെ ഒരു കേസ് വാദിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. ഇതേ വക്കീൽ തന്നെ സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരള യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും സമാനമായി പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടി KSUവിന് വേണ്ടി കോടതിയിൽ ഹാജരായിട്ടുണ്ട്. ഇത് എറണാകുളം ജില്ലാ പ്രസിഡന്റാണ് KM കൃഷ്ണലാൽ. ഈ ജില്ലയിൽ തന്നെ KSU പ്രവർത്തകർക്ക് വേണ്ടി നിരവധി കേസുകളിൽ ഹാജരായിട്ടുള്ള ഒരാളെയാണ് ഇവർ നിരന്തരം സംഖ്യയാക്കാൻ ശ്രമിക്കുന്നത്. MG യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് വേണ്ടി അടക്കം ഹാജരായിട്ടുള്ള വക്കീലിനെതിരെ നിരന്തരം KSUവിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ വാർത്ത കൊടുക്കുമ്പോൾ അതെന്ത് താല്പര്യത്തിൻ്റെ പുറത്താണ്? ഇനി KSU സംസ്ഥാന പ്രസിഡന്റിനും ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്കും അത്തരത്തിലൊരു കൺസേൺ ഉണ്ടെങ്കിൽ അത് ആദ്യം പറയേണ്ടത് എവിടെയാണ്? പാർട്ടിയുടെ KPC പ്രസിഡന്റ് മുഖ്യമന്ത്രിയെ വിശ്വാസമില്ലെങ്കിൽ, മുഖ്യമന്ത്രിയോട് ഏതെങ്കിലും തരത്തിലുള്ള അലോഹ്യമുണ്ടെങ്കിൽ പാർട്ടിക്ക് KPCC ഒരു പ്രസിഡന്റുണ്ട്. ഇതുവരെയും ഔദ്യോഗികമായി KPCCക്കോ മുഖ്യമന്ത്രിക്കോ ഒരു പരാതി നൽകാൻ തയ്യാറായില്ല. ഇപ്പോൾ കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചു എന്ന തരത്തിൽ വലിയ വാർത്തയുണ്ട്. ഒരു വിഷയത്തിൽ എപ്പോഴാണ് കൂടിക്കാഴ്ച നടത്തേണ്ടത്? ഡസൻ കണക്കിന് മീഡിയ ബൈറ്റുകൾ നൽകി നിരവധിയായ ആക്ഷേപങ്ങൾ സമൂഹത്തിലും പൊതുസമൂഹത്തിലും ഉന്നയിച്ച് ഏറ്റവും ഒടുവിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ഇതിൽ ഞാൻ പരിഗണിക്കാൻ കാരണം ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി തന്ന ലിസ്റ്റ് പ്രകാരമാണെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ മാത്രമാണ് സംസ്ഥാന പ്രസിഡന്റ് കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിക്കുന്നത്. അപ്പോൾ പ്രശ്നപരിഹാരമല്ല ചില ആളുകളുടെ ലക്ഷ്യം, മനഃപൂർവ്വം ഗവൺമെൻറ്റിനെയും സർക്കാരിനെയും കരിവാരിത്തേക്കുക. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.